ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഒരു കോഴിയടയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വന്ന് തുടങ്ങിയാൽ അതിലേക്കൊരു 3 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ തന്നെ നേരിയതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതായതുകൊണ്ട് നല്ല പോലെ സവാള നമുക്ക് വഴന്ന് കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണ് കുരുമുളക് ചതച്ചതും 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവ ചേർത്തിട്ട് 2 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് ചിക്കന് ഇതുപോലെ വേവിച്ചെടുത്തതാണ് കേട്ടോ. അത് ഇതുപോലെ ഷ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് പറയുന്നത്, ഇത് നല്ല പോലെ തന്നെ ഇളക്കിയിട്ട് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം. ഇത് കേട് കൂടാതെ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കേണ്ടത് കൊണ്ട് നല്ല പോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇടയ്ക്ക് നമുക്കിതിലേക്ക് എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ മസാല ഒക്കെ നല്ല പോലെ തന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഞാനൊന്ന് കൈ വെച്ചിട്ട് ഒതുക്കിയതിന് ശേഷം ഇത് കുഴക്കണ മിഷീനിൽ വെച്ചിട്ട് കുഴക്കണം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മാവൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് അപ്പം തന്നെ നമുക്ക് ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. അങ്ങനെ ഉരുളകളാക്കി എടുത്തേന്ന് ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ നല്ല പോലെ നീട്ടി പരത്തി കൊടുക്കുക കേട്ടോ. നല്ല നെയ്സിൽ വേണം കേട്ടോ ഇത് പരത്തേണ്ടത്. ഇനി നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്തതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഫില്ലിങ് ഉള്ളിലേക്ക് ആവുന്ന രീതിയിലൊന്ന് മടക്കി കൊടുത്തിട്ട് നല്ല പോലെ തന്നെ സീൽ ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഇത് ഒട്ടിക്കിട്ടും കേട്ടോ. അറ്റത്ത് നല്ല പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഫില്ലിങ്ങൊക്കെ പുറത്ത് പോകും. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി പിരിച്ചെടുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഇത് അച്ചിൽ വെച്ചിട്ടും ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടും ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം തന്നെ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കോഴിയുടെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.